ഓക്കെ, അടുത്ത ഗെയിമിന്റെ അടുത്തൊരു ചോദ്യമാണ്. ലെറ്റ് R equal to set ordered pair AB such that A less than or equal to B square be a relation on the set of all real numbers, then R is. Okay, അങ്ങനെയാണെങ്കിൽ R സിമെട്രിക് ആണോ, റിഫ്ലെക്സീവ് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നുള്ള ചോദ്യങ്ങളാണ് ഈ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൽ ബേസിക് ആയിട്ട് സിമെട്രിക്കും ട്രാൻസിറ്റീവും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് റിഫ്ലെക്സീവ് കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ R equal to set ordered pair AB such that A less than or equal to B square നമ്മളെ NCERT ടെക്സ്റ്റിലുള്ള ചോദ്യമാണ് അല്ലേ. ഇതേപോലെ തന്നെ നമ്മൾ NCERT ടെക്സ്റ്റിലുണ്ട്. ഓക്കെ, ഈ ഒരു ചോദ്യം, ഈ ഒരു റിലേഷൻ ഇങ്ങനെ തന്നെയുണ്ട്. റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ആണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കുണ്ട്. നമുക്ക് ബോർഡ് പരീക്ഷകളും കാര്യങ്ങളൊക്കെ സ്ഥിരം ചോദിച്ച് കാണാറുള്ള ചോദ്യമാണ് അല്ലേ. ആണോ അല്ലയോ, അല്ല എന്ന് നമുക്കറിയാം, അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതാണ് ആക്ച്വലി നമ്മളുടെ ചോദ്യം. അത് നമ്മൾ സാധാരണ ചോദിച്ച് കാണാറുള്ളൂ. ഇവിടെ നമുക്ക് അല്ലാതെ ഡയറക്റ്റ് എഴുതാൻ പറ്റും, പക്ഷെ നമുക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചല്ല എന്ന് കാണിക്കാം. സോ ആദ്യം നമുക്ക് റിഫ്ലെക്സീവ് നോക്കാം. റിഫ്ലെക്സീവ് നമുക്കറിയാം അല്ലേ, എന്താണ് സ്ക്വയർ എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സിൽ സ്ക്വയർ എന്ന് പറയുന്ന അതിനെക്കാട്ടി ചെറുത് വരണമെങ്കിൽ അത് 0ക്കും 1നും ഇടയ്ക്കാണ്. 0ക്ക് 1ലുള്ള ഏതൊരു നമ്പർ എടുത്താലും ഇത് റിഫ്ലെക്സീവ് ആകില്ല. കാരണം 0ക്ക് 1ലുള്ള ഏതൊരു നമ്പറിന്റെ സ്ക്വയർ എടുത്താലും ആ നമ്പറിനെ കാട്ടി അത് ചെറുതായിരിക്കും. മറ്റേത് കേസുകളിലും വലുതാകാൻ സാധ്യത. നെഗറ്റീവ് എടുത്താൽ എന്തായാലും സ്ക്വയർ എടുക്കുമ്പോൾ പോസിറ്റീവ് ആവും, വലുതാകും. ഇനി 1നെ കാട്ടി വലുതെടുത്താൽ സ്ക്വയർ എടുക്കുമ്പോൾ വലുതായിക്കൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ 0ക്കും 1നുള്ള ഇടയ്ക്കൊന്നും ഇത് റിഫ്ലെക്സീവ് ആകത്തില്ല. സോ നമുക്ക് ഇഷ്ടമുള്ള A equal to ഏതെങ്കിലും ഒരു 0.5. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്യാം. സോ നമുക്ക് 1/2 എലമെന്റ് ഓഫ് R ആണ്. ഓക്കെ, റിയൽ നമ്പറിൽ വരുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 1/2 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1/4 വരും. ഓക്കെ, അടുത്ത നമുക്കറിയാം 1/2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1/4 ആണ്. ഓക്കെ, therefore എന്താണ് 1/2, 1/2 നോട്ട് എൻ എലമെന്റ് ഓഫ് R. അത് R ൽ വരത്തില്ല. അപ്പൊ എന്തല്ല, റിഫ്ലെക്സീവ് അല്ല. ഓക്കെ, അടുത്ത് റിഫ്ലെക്സീവ് അല്ല എന്ന് കിട്ടി. ഇനി അടുത്ത് സിമെട്രിക് നോക്കാം. സിമെട്രിക് നമുക്ക് ഈക്വൽ ടു അല്ലാത്ത മിക്ക കേസുകൾ നമുക്ക് എടുത്ത് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, AB ഉണ്ടെങ്കിൽ BA ഇല്ല എന്നുള്ള രീതിക്ക് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. 0യോ 1 വെച്ച് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. നെഗറ്റീവ് എല്ലാം മാറിപ്പോയതാണ്. 0യോ 1 വെച്ച് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, പറയാൻ പറ്റും. കാരണം നെഗറ്റീവ് ആയ സ്ക്വയർ ആകുമ്പോൾ പോസിറ്റീവ് ആയിട്ട് പോകും അല്ലേ. അപ്പോൾ ഇത് വീണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് ട്രൂ ആവും. സോ 0യോ 1 വെച്ച് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, പറയാൻ പറ്റും. സോ നമുക്ക് ഇവിടെ എന്തെടുക്കാം, 1 എടുക്കാം. ഓക്കെ, 2ഉം 1ഉം എടുക്കാം, 1ഉം 2ഉം എടുക്കാം. സോ നമുക്കറിയാം 1, 2 എലമെന്റ് ഓഫ് R ആണ് അല്ലേ. 1, 2 എലമെന്റ് ഓഫ് R ആണ്. കാരണം എന്തുകൊണ്ടാണ്, 2 സ്ക്വയർ 4 ആണ്. 1 ലെസ് ദാൻ or equal to 2 സ്ക്വയർ ആയിരിക്കും അല്ലേ. പക്ഷെ തിരിച്ച് 2, 1 എലമെന്റ് ഓഫ് R ആകോ, 1 സ്ക്വയർ എന്ന് പറയുന്നത് നോക്കിക്കേ, 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. സോ 2 ലെസ് ദാൻ or equal to 1 എന്ന് പറയുന്നത് ഫോൾസ് ആണ് അല്ലേ. അത് ഫോൾസ് ആയതുകൊണ്ട് ഇത് നോട്ട് എൻ എലമെന്റ് ഓഫ് R ആണ്. സോ നോട്ട് സിമെട്രിക്. അത് സിമെട്രിക് ആവോ, സിമെട്രിക് ആകില്ല. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ ഇത് സിമെട്രിക് അല്ല എന്നുള്ളതിന് നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റി. അപ്പൊ സിമെട്രിക്കും അല്ല, 1, 2 ഉണ്ട് പക്ഷെ ആരില്ല, 2, 1 ഇല്ല. ഇനി നമുക്ക് ട്രാൻസിറ്റീവ് ആണോ എന്നാണ് നോക്കുന്നത്. ട്രാൻസിറ്റീവ് നോക്കാൻ കുറച്ച് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ആണെന്നൊക്കെ തോന്നുമെങ്കിലും ബട്ട് അല്ല. അത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണിക്കാൻ പറ്റും. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എക്സാമ്പിൾസ് കാണിക്കാൻ പറ്റും. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് AB ഉണ്ട്, BC ഉണ്ട്, പക്ഷേ AC ഇല്ല എന്നാണ് കാണിക്കേണ്ടത്. എന്താണ് കാണിക്കേണ്ടത് മക്കളെ, AB ഉണ്ട്, BC ഉണ്ട്, പക്ഷെ ആരില്ല, AC ഇല്ല. അതിനർത്ഥം എന്താണ്, A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B സ്ക്വയറും B ലെസ് ദാൻ ഓർ ഈക്വൽ ടു C സ്ക്വയറും ആയിരിക്കണം. പക്ഷേ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു C സ്ക്വയർ ആകാൻ പാടില്ല. അതിനെടുക്കാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത്, ഓക്കെ, B എന്ന് പറഞ്ഞാൽ C സ്ക്വയറിന്റെ തൊട്ട് താഴെയുള്ള ഒരു നമ്പർ ആയിട്ട് എടുക്കുക, A എന്ന് പറയുന്ന B സ്ക്വയറിന്റെ തൊട്ട് താഴെയായിട്ടുള്ള നമ്പർ എടുക്കുക. ആ രീതിക്ക് എടുത്ത് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം A എടുക്കേണ്ട കുറച്ചുകൂടെ വലിയ നമ്പർ ആയിരിക്കണം. നമുക്കൊരു 10 എടുക്കാം. ഓക്കെ, അപ്പൊ Aക്ക് ഒരു 10 എടുക്കാം. അപ്പോൾ 10, നമുക്കറിയാം 4 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് മക്കളെ, 16 ആണ്. ഓക്കെ, അപ്പൊ 10നെ കാട്ടി വലുത് വരും. അപ്പൊ 10, 4 എലമെന്റ് ഓഫ് R ആയിരിക്കും. ഓക്കെ, ഇനി 4 ലെസ് ദാൻ എന്താണ്, 4നെ കാട്ടി ചെറിയ നമ്പറിന്റെ സ്ക്വയർ. ഇതിന്റെ ചെറിയ നമ്പർ എടുത്താൽ 3 സ്ക്വയർ എടുത്താൽ 9 വരും. അതെന്തായാലും 10നെ കാട്ടി ചെറുതായിരിക്കും. ആ രീതിക്ക് വേണം നമ്മൾ എടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആണെങ്കിൽ 11, 12, 13 ഏതെടുത്താലും കുഴപ്പമില്ല. ജസ്റ്റ് 10 റഫായിട്ട് എടുത്തതാണ്. ഇനി അപ്പോൾ 4നെ കാട്ടി ചെറിയ നമ്പർ 3 എടുക്കുകയാണെങ്കിൽ നോക്കിക്കേ, 3 സ്ക്വയർ എന്തിനെ കാട്ടി വലുതാണ്, 4നെ കാട്ടി വലുതാണ്, പക്ഷെ 10നെ കാട്ടി വലുതാണോ, അല്ല. അപ്പൊ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുക. ഓക്കെ, 4, 3യും എലമെന്റ് ഓഫ് R ആയിരിക്കും അല്ലേ. കാരണം 16 എന്ന് പറയുന്നത് 10 എന്ന് പറയുന്നത് 16നെ കാട്ടി ചെറുതാണ്,
4 എന്ന് പറയുന്നത് 9നെ കാട്ടി ചെറുതാണ്. സോ 10,4 4,3 എലമെന്റ് ഓഫ് R ആണ്. ബട്ട് 10 എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 സ്ക്വയർ ആണ്. 3 സ്ക്വയർ 9 ആണ്. 9നെ കാട്ടി ചെറുതാണോ 10? അല്ല, ഗ്രേറ്റർ ആണ്. സോ നമുക്ക് എന്ത് പറയാം? സോ 10,3 നോട്ട് എൻ എലമെന്റ് ഓഫ് R. അത് എലമെന്റ് ആറിൽ എലമെന്റ് ആയിരിക്കോ? അല്ല. therefore നോട്ട് ട്രാൻസിറ്റീവ്. എന്താവില്ല? ട്രാൻസിറ്റീവ് ആകില്ല. അപ്പം എന്തൊക്കെ ആവില്ല മക്കളെ? നമുക്കിവിടെ സിമെട്രിക്കും ആകില്ല, ട്രാൻസിറ്റീവ് ആകില്ല. അപ്പൊ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്? സിമെട്രിക് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ് അതല്ല, സിമെട്രിക് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക് അതല്ല, ബോത്ത് സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവും അല്ല, നെയ്തർ സിമെട്രിക് നോർ ട്രാൻസിറ്റീവ്. സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല. ഇതാണ് കറക്റ്റ്. ഓക്കെ മക്കളെ.